ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബൊലോറോൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ പുതിയ മോഡൽ ബൊലോറോ വന്നതാണ്. കുറച്ച് നീളമുള്ള 10 അടി നീളമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രില്ലും ഷീറ്റൊക്കെ അടിക്കുന്ന വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ആ വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ മോഡൽ വണ്ടിയാണ്. ഇതിന് ഷീറ്റ് ഇടണം, പിന്നെ ഗ്രില്ലടിക്കണം, അങ്ങനെ കുറേ പരിപാടികളാണ്. അപ്പോൾ അത് വണ്ടി വന്നപ്പോഴുള്ള വീഡിയോസാണിത്. നമ്പറൊക്കെ മറിച്ചൊക്കെയാണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്പറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇതിന് ഗ്രില്ലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ആ ബാക്കത്തെ പമ്പറൊക്കെ മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ. വണ്ടി അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ബോഡിയിലുള്ളാണെങ്കിലും പുറം ഭാഗമാണെങ്കിലും നല്ല വലിപ്പമുള്ളൊക്കെ ബോഡി തന്നെയാണ്. അപ്പോൾ അത് വണ്ടി വന്നപ്പോഴുള്ള ഒരു വീഡിയോസാണ്. ഇനി അത് വർക്കിന് കയറ്റാനുള്ളതാണ്. വർക്കിന് കയറ്റിയിട്ട് വേണം ബാക്കി പണിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വർക്കിൻ്റെ മുമ്പുള്ള വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി വന്ന ടൈമിലുള്ള വീഡിയോസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. വേറെ വണ്ടി ഉള്ളതുകൊണ്ട് ആ വണ്ടി ഇറക്കിയിട്ടാണ് ഈ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയൊക്കെ തന്നെയാണ്. ബോഡിക്കാണെങ്കിൽ നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇതിന് ഗ്രില്ലൊക്കെ അടിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഫ്രണ്ടത്തെ ഗ്രില്ലൊക്കെ വെക്കണ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ആ ഗ്രില്ല് വെക്കണ വല്ലാതൊന്നും കാണിക്കണമൊന്നുമില്ല. ഇത് നമ്മൾ ജെസ്സിയാണ് ഈ കാണുന്ന ആൾ. അപ്പം ഗ്രീസൊക്കെ തേക്കാണ് ബോഡിയിൽ ഷീറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഗ്രീസൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വൺ സൈഡ് ഗ്രീസ് തേച്ചാണ് 2 സൈഡും ഇട്ട്. അപ്പോൾ ഞാൻ ഫ്ലാറ്റിലൊക്കെ ഷീറ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഗ്രീസൊക്കെ തേക്കണം. അപ്പോൾ സൈഡിൽ വെച്ച ഷീറ്റ് ടേക്ക് അടിക്കുകയാണ്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടേക്ക് അടിക്കുന്ന വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലാറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ സൈഡൊക്കെ വളച്ചിട്ടാണ് എടുക്കുന്നത്. ഗ്രൈൻഡറിന് വരച്ചിട്ടൊന്നുമല്ല വളയ്ക്കുന്നത്, മെഷീൻ തന്നെയാണ് വളയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ വളയ്ക്കുന്ന മെഷീനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വളച്ചതാണ്. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ സൈഡ് ബോഡിമിലെ ആംഗ്ലർ വെയിറ്റ് നല്ല തൂങ്ങണതുകൊണ്ട് നല്ല സെറ്റപ്പിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ബോഡിമിലൊക്കെ ആംഗ്ലറൊക്കെ കയറ്റിങ്ങാണ്ട് അത്യാവശ്യം തെറ്റില്ലാത്ത കാനുള്ള ആംഗ്ലറൊക്കെ തന്നെയാണ്. അപ്പോൾ സൈഡ് ഗ്രില്ലാണ് വെക്കണതാണ് കാണുന്നത്. അപ്പോൾ ആ സൈഡ് ഗ്രില്ലൊക്കെ വെച്ചിങ്ങാണ്ട് സൈഡിലോട്ടൊക്കെ കയറിയിട്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസാണിത്. സൈഡിലെ ഗ്രില്ലിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എച്ചായിട്ടാണ് ഇത് അടിക്കുന്നത്. സൈഡിലോട്ട് ചരിച്ചിട്ടാണ് പൈപ്പ് വെച്ചത്. ആദ്യത്തെ വണ്ടിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഈ വണ്ടിക്ക് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്, അതേ മോഡൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഗ്രില്ലൊക്കെ കൊടുക്കുന്ന വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിങ്കോട്ട് തന്നെയാണ് വെൽഡ് ചെയ്യൽ. ഏത് വണ്ടി വന്നിക്കാണെങ്കിലും മിങ്കോട്ട് തന്നെയാണ് ചെയ്യൽ. അന്നേരം അതൊന്നും പിന്നെ തിരക്കുള്ള പണികൾ മാത്രമേ ആർക്കൊണ്ട് ചെയ്ത് വിടലുള്ളൂ. പുതിയ വണ്ടി വരുന്നതൊക്കെ മിക്കോണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അഫ്സൽക്ക വെൽഡ് ചെയ്യുന്ന വീഡിയോസിലൊന്ന് പെട്ടോട്ടെന്ന് പറഞ്ഞിട്ട് അഫ്സൽക്ക വെൽഡ് ചെയ്യുന്ന ലുക്കിലൊന്ന് നിന്നതാണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോസ് മൊത്തം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് ചെയ്യാനുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലെ അടിഭാഗത്ത് ഗ്രില്ല് വേറെ വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു ഭംഗിയാണ് ഈ ഗ്രില്ല് സൈഡിൽ വെക്കുമ്പോൾ. അപ്പോൾ അതും വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ ഗ്രില്ല് സെറ്റ് ചെയ്യണതാണ് ഈ കാണുന്നത്. മുകളിലത്തെ ഗ്രില്ലിന് ഇനി വെൽഡിങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഈ സൈഡ് ഡോറിനും ഇഞ്ചസൊക്കെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് ബാക്കിൽ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ലൈറ്റ് എപ്പോഴും തട്ടി പൊട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആക്കിയാണ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ ഗ്രില്ല് വെക്കണം എന്താണെന്ന് വെച്ചാൽ വേറെ വണ്ടികളൊന്നും കയറാതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാണുമ്പോൾ ഒരു സേഫ്റ്റിയാണ്. അപ്പം ബാക്കിൽ ചാനലാണ് വെച്ചത്. പമ്പർ അതിന് വണ്ടിക്ക് വരുന്ന പമ്പർ മാറ്റിക്കാണ്ട് അത് ചാനൽ കയറ്റി കൊടുത്തിരിക്കുകയാണ്. ഇനി അത് ലൈറ്റ് ഉള്ളിലോട്ട് കയറി കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അടച്ചിട്ടൊക്കെ നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി എടുക്കുന്നത് നമ്മൾ മുത്തേട്ടനാണ് അതിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫിനിഷിങ് പോയിന്റിലാണ് നമ്മൾ വർക്ക് ഇരിക്കുന്നത്. ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇനി വേറെ എന്തൊക്കെ പണിയുണ്ട് എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യണം. അപ്പോൾ ആ സൈഡിൽ റൗണ്ടാക്കി കട്ട് ചെയ്യണ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇനി അവിടെ റൗണ്ടാക്കാൻ. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പായ കീറുന്നതിന് ഒരു ഇത് വേണ്ടിയിട്ടാണ് അതങ്ങനെ കട്ട് ചെയ്യണത്.
അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പുറത്ത് വെച്ചതാണ്. ഇനി പെയിൻറ്റിങ്ങിനൊക്കെ പോകാനുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വണ്ടി വരണം. അപ്പോൾ ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിനൊക്കെ കൊണ്ടുപോവാണ്. പെയിൻറ്റിങ് ഞങ്ങളുടെ അടുത്ത് ചെയ്യലില്ല, അത് പുറത്തു നിന്നാണ് ചെയ്യൽ. അപ്പോൾ അതിനെ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഗ്രൈൻഡിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ അടുത്തുള്ള വർക്ക് ഏകദേശം കഴിഞ്ഞതാണ്. ഇനിയിപ്പം പെയിൻറ്റിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് വന്നിട്ട് വേണം. ഈ ബാക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ലൈറ്റ് കുറച്ച് ഉള്ളിലോട്ടാക്കിയാണ്ട് വേറൊരു മോഡലിൽ ചെയ്യാൻ പറഞ്ഞത്. സാധാരണ ബൊലേറോയ്ക്ക് ഇങ്ങനെയല്ല ചെയ്യൽ, വേറെ ഗ്രില്ല് വെച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ അത് വേണ്ട, ഇങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ലുക്കിൽ ചെയ്യണത്. അത് കസ്റ്റമർ പറയുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കൽ. അവർക്ക് ഏതാണോ ഇഷ്ടം അതേപോലെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ചെയ്ത വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി ലൈറ്റൊക്കെ വരും, LED ലൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെ വണ്ടി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നതിൻ്റെ പിക്ചറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സെറ്റപ്പായിട്ട് കുട്ടപ്പനായിട്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതാണിത്. അപ്പോൾ നമ്മളെ ബൊലേറോൻ്റെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ അടിക്കുക. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോസ്. ഓക്കെ, താങ്ക് യു.